ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചൂടിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള 2 മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാങ്ങ വെച്ചിട്ടാണ് നമ്മളുടെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ജ്യൂസും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഏറ്റവും പഴുത്ത മാങ്ങയുടെ കുറച്ച് പീസസ് നമുക്ക് ജ്യൂസിലിടാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം നല്ല കട്ടയാക്കിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഫ്ലേവറിൻ്റെ ഐസ്ക്രീമും കൂടി 2 സ്കൂപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കുറച്ച് മാംഗോ പീസസും കൂടി വെച്ചിട്ട് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു ഷേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് കുടിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയതും ഹെൽത്തി ആയതുമായൊരു ജ്യൂസാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളൊരു മാങ്ങ പീസസ് ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് ജ്യൂസിനുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 4 ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ഗ്ലാസ് നല്ല തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഹെൽത്തി ആയി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2-3 ടീസ്പൂൺ ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ഞാൻ നന്നായിട്ടൊരു 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പീസസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ചൂടുകാലത്ത് ശരീരത്തിന് നല്ല തണുപ്പൊക്കെ തരുന്ന നല്ലൊരു അടിപൊളി ജ്യൂസ് തന്നെയാണ്. പ്രത്യേകിച്ച് ചവ്വരി മാംഗോയുടെ പീസസൊക്കെ ഇട്ടിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് മാംഗോസും കൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ 2 ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.